നമ്മുടെ ബോക്സ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇൻ്റലിജൻറ്റ് ബോക്സ് നമുക്ക് ലഭിക്കുക. ഒരു പേന ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇൻ്റലിജൻറ്റ് ബോക്സ് ഉണ്ടാവും. ഈ പെട്ടി തൽക്കാലം നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ബാക്കിലുള്ള ഈ ഒരു സ്ക്രൂ അയച്ചതിന് ശേഷം നമുക്കിവിടെ ബാറ്ററി ഇടാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 3 AAA ബാറ്ററിയാണ്. നമ്മൾ തൽക്കാലം 3 AAA ബാറ്ററി ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ലഭിക്കും ബുക്ക് ഓൺ ആയതിൻ്റെ ശേഷം. നമ്മൾ ഈ ക്യാപ്പ് അടിച്ചതിന് ശേഷം നമ്മുടെ സ്ക്രൂ തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതിന് ശേഷം നമ്മുടെ ഇൻ്റലിജൻറ്റ് ബുക്ക് തുറക്കുകയാണ്. തുറക്കുന്ന സമയത്ത് ഓൾറെഡി ഇത് ഓണാണ്. നമ്മൾ ജസ്റ്റ് ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് പുസ്തകം ഓണാക്കുക. പുസ്തകം ഓണാക്കിയതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് പേജ് മറിക്കുകയാണെങ്കിലും ആ പേജ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് 1ാമത്തെ പേജാണ്. അപ്പോൾ ഈ സിമ്പിൾ, ഈ സ്റ്റാർ നിൽക്കിയിട്ടാണ് നമ്മൾ പേജ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് ശേഷം ഇപ്പോൾ പേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ നിൽക്കുക. ഓക്കെ. ഇതുപോലെ പുസ്തകം കുട്ടികളെ വായിച്ച് പഠിപ്പിക്കും. ഇനി ഓട്ടോമാറ്റിക് ഈ പുസ്തകം തന്നെ എല്ലാ ലെറ്റേഴ്സും റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റീഡ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി പുസ്തകം തന്നെ സ്വയം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യാം. ഓക്കെ. ഇങ്ങനെയാണ് ഈ ഒന്ന് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ 2ാമത്തെ പേജ് 3ാമത്തെ പേജിലേക്കൊക്കെ നമുക്ക് പോകാം. സെക്കൻഡ് പേജിൽ വരുന്നതും ലെറ്റേഴ്സ് തന്നെയാണ്. 3rd പേജിൽ നമ്പേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ഒക്കെ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. 4th പേജിൽ ഫ്രൂട്ട്സിനെ കുറിച്ച് പഠിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഏത് പേജിലേക്ക് പോകണമെങ്കിലും ആദ്യം ആ പേജ് സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റാർ ജസ്റ്റ് പ്രസ് ചെയ്യുക. ശേഷം എന്താ ഇങ്ങനെ വായിക്കും. അതുപോലെ തന്നെ ഇവിടെ അനിമൽസ് ഉണ്ട്. അനിമൽസിൻ്റെ പേജിൽ നമ്മൾ ആദ്യം പേജ് സെലക്ട് ചെയ്യുക. ഇനി അനിമൽസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ ഏത് അനിമലിനെ സെലക്ട് ചെയ്താലും അതിൻ്റെ സൗണ്ട് കൂടെ കേൾക്കാൻ പറ്റും. ഓക്കെ. ഇവിടെ വെഹിക്കിൾസ് ഉണ്ട്. വെഹിക്കിൾസിൻ്റെ പേജ് സെലക്ട് ചെയ്യുന്നു. ഇവിടെയും വെഹിക്കിൾസിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. തൽക്കാലം നമ്മളിപ്പോൾ മോട്ടോർ ബൈക്ക് സെലക്ട് ചെയ്യണേ. അതുപോലെ ഇവിടെ ഫാദർ, മദർ, അങ്ങനെ ഒരുപാട് ജോലികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഫാമിലി ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഒരുപാട് മ്യൂസിക്കൽ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റിലെ പേജിൽ പാട്ട് കേൾക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 10ാമത്തെ പേജ് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് നമ്മൾ സെലക്ട് ചെയ്യണേ. ഇങ്ങനെ കുട്ടികൾക്ക് പാട്ട് പാടിക്കൊടുക്കും. ഓക്കെ. ഇനി പുസ്തകം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു പേനയുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈഡിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാം. എല്ലാ പേജിലും ഈ ഒരു സൈഡിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് 1-2 ഫ്രൂട്ട്സ് ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്, വെജിറ്റബിൾസ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ കുട്ടികൾ ഈ വർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴെ വരുന്ന ഈ ഒരു എറേസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മാഞ്ഞു പോട്ടോ. ജസ്റ്റ് വലിയ ഫോഴ്സ് ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്താൽ മതി. ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു സൈഡിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇൻ്റലിജൻറ്റ് ബുക്കിൻ്റെ പ്രവർത്തനം. ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണാം. അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും.